ലച്ചു ലച്ചു മൺട്രത്തുരുത്ത് പോയാലോ? ഇപ്പോഴോ? വിളിക്കാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരുത്ത് പോകാനുള്ള യാത്ര തുടങ്ങി. എന്തായാലും ഭാഗ്യം കൊണ്ട് മഴയില്ലായിരുന്നു, എല്ലാ ദിവസവും മഴയായിരുന്നു. ഞാനിങ്ങനെ പറയായിരുന്നു, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെയിൻകോട്ടില്ല, നമ്മൾ നനയേണ്ടി വരും. ഇങ്ങനെയൊക്കെയോ എത്തി. അങ്ങനെ മൺട്രോത്തുരുത്തിൻ്റെ ബോർഡ് കണ്ടു. ഇനി അധികം ദൂരം ഇല്ല. എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ്, എന്നാലും ഞാൻ അങ്ങനെ അധികം പോവാറില്ല ഈ സ്ഥലങ്ങളിലൊന്നും. അപ്പോൾ ഇന്നൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്, ഒരു പ്ലേസാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ അടിപൊളിയാണ്. അവിടെ പോയിരിക്കാം, നല്ല രസമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്കിന് ഒരു ദിവസം വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണേ. അങ്ങനെ കുറേ കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ ബോട്ടൊക്കെ തുഴഞ്ഞു പോകുന്നുണ്ട്. അയ്യോ, അകത്ത് കയറിപ്പോയി കണ്ടില്ല. പിന്നെ നമുക്കവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. കപ്പിൾസായിട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്, കണ്ടില്ലേ? നിങ്ങളെ വീഡിയോയിൽ കാണുന്നില്ലേ? നല്ല ഭംഗിയാണ്. നമുക്കിങ്ങനെ നടന്ന് പോവാം, നല്ല സ്ഥലമുണ്ട്. നമുക്ക് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. റീൽസൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, വള്ളത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല, മുങ്ങും എന്നൊക്കെ പറയണുണ്ട്. അങ്ങനെ എൻ്റെ ആ ആഗ്രഹം ഞാനങ്ങ് മാറ്റി വെച്ചു. ഒറ്റയ്ക്ക് വള്ളത്തിലെങ്ങനെ കയറി മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനും പോയില്ല. ഭയങ്കര ധൈര്യത്തിൽ പോകാനിരുന്ന് എന്നെയും കൂടി പേടിപ്പിച്ചിട്ട് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോയി നടക്കാം, നമുക്ക് അവിടെയൊക്കെ പോയി ആൾക്കാരെ കണ്ടിട്ട് വരാമെന്ന് വെച്ചു. അപ്പം എന്ത് ചെയ്യും, ഒരു ചേട്ടനും ചേച്ചിയും 2 കുട്ടികളൊക്കെ വരുന്നു. ഇവർ വിചാരിക്കുന്നത് ഇവളെന്താ ഈ വീഡിയോ എടുക്കണേ, ഇനി വൈറലാവാൻ വേണ്ടിയിട്ടാണോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല നല്ല കടകളുണ്ട്. പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കിട്ടുമെന്ന് നോക്കി, പക്ഷേ മഴയായതുകൊണ്ട് ഇന്നിവിടെ ജ്യൂസൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കുറേ വള്ളങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കതിലൊന്ന് കയറിയാലോ. ഒരു രക്ഷയില്ല. ആവെന്ന് പറഞ്ഞു നോക്കി, ഞാൻ വരില്ല അങ്ങനെ തന്നെ പറഞ്ഞു. ശരി. അപ്പോൾ കുറേ കുഞ്ഞു അതിഥികൾ വന്ന് നിൽക്കുന്നു. നമ്മളെ കാണുമ്പോഴത്തേക്കിന് പേടിച്ചോടാൻ നോക്കുന്നുണ്ട്. പിടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ വന്നു. അപ്പോൾ ഒരു കല്ലുമ്മേക്കായ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണേ. ഇത് നമ്മൾ മറ്റേ കക്കയിറച്ചി വെക്കണ പോലെ നല്ല ടേസ്റ്റാണിത്. ഞാനങ്ങനെ അതിനെ വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ഇതിങ്ങനെ കല്ലിൻ്റെ മുകളിലായിരിക്കുന്നത്. 1 മണിക്കൂർ ഞാൻ അതിൻ്റെ പുറത്ത് നല്ല പോലെ നോക്കി ഇളക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ രക്ഷയില്ല. അപ്പോൾ അപ്പുറത്തൊരെണ്ണം കിടക്കണം. എന്നാൽ അതെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിങ്ങനെ തല്ലി പൊട്ടിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ഭയങ്കര പാടാണ്. ഇതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കിന് ഇതിനകത്തുനിന്നൊരു കക്ക ഇറച്ചി കിട്ടും. നമുക്കത് വെച്ച് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനതിനെ ഇങ്ങനെ വെള്ളത്തിൽ വിട്ടു. എന്നാലും ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കി, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ഹോട്ടലിൽ വന്നു. എന്നാൽ എന്തെങ്കിലും കഴിക്കാം, നല്ല വിശപ്പ്. ഞങ്ങൾ പോയിട്ട് ഒരു കപ്പയും ഒരു കരിമീൻ ഫ്രൈ ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചു. ഞങ്ങൾ നേരെ തിരിച്ചു പോരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.